അങ്ങനെ നേരത്തെ തന്നെ നേരം വെളുത്തു എന്ന് പറഞ്ഞ മാതിരി ഇന്ന് പണിക്ക് പോവാണ് ഓലപ്പം സോളാറിന്റെ പണിക്ക്. 2 ദിവസം ലീവായ പിന്നെ മടിയാണല്ലോ. അങ്ങനെ ജാഫറാണ് നിൽക്കുന്നത്. മെയിൻ ഫിറ്ററാണ് ജാഫർക്ക. കുട്ടിന്റെ അഭിപ്രായം ഒന്ന് കേട്ടിട്ട് അപ്പോൾ ഓൻ്റെ ഓരോ അഭിപ്രായങ്ങളാണിത്. പൈപ്പ് നമുക്ക് അവിടെ നിന്ന് ഇങ്ങനെ ഇറക്കാം, അങ്ങനെ ഇറക്കാം, മീറ്റർ ബോർഡ് ഇവിടെ കൊടുക്കാം. ഓക്കെ, നല്ല ഐഡിയകൾ ഉണ്ടാവും. ഓൽക്കൊന്നും പറയാൻ പറ്റില്ല, കാരണം അവർക്ക് അത് ഐഡിയകൾ ഓൽക്കും ഉണ്ടാവും. അങ്ങനെ സോളാർ പാനൽ വണ്ടി ഇപ്പോൾ വരും കേട്ടോ. അപ്പോൾ ഞാൻ ഓനോട് പറഞ്ഞു, അവിടെ പോയി കൊണ്ട് ആദ്യം നമുക്ക് അവിടെ ഒരു കുജുത്താണ്ട് എന്താ പറയുക എർത്ത് കുഴി അത് കുത്തണം എന്ന് പറഞ്ഞു. അങ്ങനെ ചിരട്ടിയും പാത്രം കയറ്റി ഒരുങ്ങാണ് കുട്ടി. ഇത് നമ്മൾ കുട്ടി ആൻഡ് കുട്ടി ഗ്രൂപ്പിൻ്റെ മാനേജർ ഡയറക്ടറായിട്ട് നമ്മളെ കുട്ടി. മൂപ്പര് നല്ല ഫിറ്റിങ്ങാണ്. അങ്ങനെ മിസ്ബാഗ് പടിഞ്ഞാറ്റുമുറിയത്തെ സോളാർ പാനലാട്ടോ വളരെ കുറഞ്ഞ നിരക്കിൽ നമുക്ക് ചെയ്തു തരും മിസ്ബാഗ് പടിഞ്ഞാറ്റുമുറി. കുട്ടി അങ്ങനെ മണ്ണൊക്കെ കൈക്കോട്ടുമത്തെ മണ്ണും കളഞ്ഞ് അടുത്ത പണിക്കുള്ള പരിപാടിയാണ്. ഇനി വയറ് വലിക്കണം, സോളാർ പാനൽ മേലെ കൊണ്ടുവെക്കണം, കുറേ പണിയുണ്ട്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള പണികളും കാര്യത്തിലുമാണ് നമ്മൾ നല്ല ഉഷാറിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അല്ല, കുട്ടി അവൻ്റെ നേല് കണ്ട് പേടിച്ചിട്ട് അത് പറയാൻ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു, നേല് കുട്ടി ആ കുജിൻ്റെ ഉള്ളിലല്ല, അത് എൻ്റെ നേലാണ്, അത് കജ്ജിട്ടൂടെ, അത് മാന്തിക്കൂടെ മണ്ണ് പറഞ്ഞു. അങ്ങനെ രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും മണ്ണൊക്കെ എടുത്ത് വലിയ കുജൊക്കെ ഉണ്ടാക്കി ഈ സോളാർ പാനൽ വന്നാൽ മതി, അത് മേലെ കൊണ്ടുവയ്ക്കണം. അപ്പോൾ കുട്ടീനോട് പറഞ്ഞു, ഒരു കൈ സായം നോക്കാം, നമുക്ക് നല്ല വെയിലാട്ടോ, അപ്പോൾ ഒരു മറവൊക്കെ വേണം. കുട്ടി മറവൊക്കെ നിന്നും ചെയ്തു, നല്ല ഒഴിഞ്ഞു മാറുന്നുണ്ട്. അങ്ങനെ മീറ്ററൊക്കെ നമ്മളെ ആള് ഉഷാറാക്കി. ഇനി പാനൽ വന്ന് അതിന് കണക്ഷൻ കൊടുത്ത് 5-6 പാനലുണ്ടാവും, വീടിൻ്റെ മേലേക്ക് എത്തണം. അങ്ങനെ വണ്ടി വന്നു കേട്ടോ. ഇനി ഇവിടുന്ന് മേലേക്ക് കയറണം. അങ്ങനെ അടിയിൽ നിന്ന് ഒരാൾ തരും, 2 ആൾ തരും, മേലെ ഞങ്ങൾ താങ്ങി നിൽക്കും, അതിൻ്റെ മേലെ വേറെ 2 ആൾ നിൽക്കും. അങ്ങനെ 5-8 എണ്ണം അങ്ങോട്ട് കയറ്റണം. എന്നിട്ട് അത് ചെന്നിട്ട് ഫിറ്റാക്കണം. അങ്ങനെ അഭിപ്രായങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കേണ്ട ആൾ അടിയിൽ. സോളാർ ഭയങ്കര ഉഷാറ സംഭവം കേട്ടോ. നല്ലൊരു വീഡിയോയുമായി നാളെ വരാം.